ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ബിഗ് ബോസിന് വരെ ഞാൻ പൂട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനീഷ്. ലൈവിൽ നിങ്ങൾ എത്ര പേര് ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ കണ്ടു? അനീഷ് തന്ത്രപൂർവമായിട്ട് ഒരു കുറുക്കനെ പോലെ കളിക്കാനാട്ടോ സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം അവസരം എങ്ങനെ മുതലാക്കണമെന്ന് അയാൾക്കറിയാം. ആ ലെവലിലാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കരുക്കൾ നീക്കുമ്പോഴും ഇവിടെ ഞാൻ എങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ രീതിക്ക് കളി വരും, എൻ്റെ രീതിക്ക് കളി വന്നില്ലെങ്കിൽ നടക്കണ്ട. ഇനി മെജോറിറ്റിയോ മൈനോറിറ്റിയോ ഏകകണ്ഠമോ ഭൂരിപക്ഷമോ എന്തായി കഴിഞ്ഞാലും അനീഷ് വിചാരിക്കുന്നിടത്ത് കഥ നടക്കണം എന്നുള്ള ലെവലിലാണ് ഇരിക്കുന്നത്. ഇത് 18 പേരും വീട്ടിൽ എതിർക്കുവാണ്. ഷാനവാസ് ഇന്നലെ വരെ കുറേ നെഗറ്റീവുകൾ ഞാൻ പറഞ്ഞെങ്കിലും ആസ് എ ക്യാപ്റ്റൻ ആ വീടിനകത്തുള്ളവർക്ക് ഭയങ്കര ഒരു നല്ല സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു അനീഷിന്റെ കേസിൽ. അത് ഓക്കെ അല്ലാതായപ്പോൾ ക്യാപ്റ്റൻ എല്ലാവരുടെയും ഭൂരിപക്ഷം നോക്കി അവരുടെ കൂടെ നിന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുമോളാണ് ഇപ്പൊ പറയുന്നത് അനീഷ് ഈ വീട്ടിലുള്ളതല്ലേ, നമ്മൾ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോയെന്ന്. ടാസ്ക് ബിഗ് ബോസ് റദ്ദാക്കി, പണിപ്പുരയിൽ പോകാൻ പറ്റിയില്ല. കുറേ ട്വിസ്റ്റ് ഉള്ളൊരു ടാസ്ക് ആയിരുന്നു. ഈ സീസണിന്റെ രസം പിടിച്ച് വന്നിട്ടുണ്ട്. സീരിയസ്ലി ആദ്യത്തെ ഒരാഴ്ച ഞാൻ പറഞ്ഞിട്ടില്ല എന്തോ നമുക്ക് പഴയ സീസണിന്റെ ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ പുതിയ സീസണിന്റെ രസം ഇപ്പൊ പിടിച്ച് കയറിയിട്ടുണ്ട്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ 10:15 മുതൽ ഉച്ചയ്ക്ക് 12:10 വരെയുള്ള ലൈവ് അപ്ഡേറ്റിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലോട്ട് വിളിക്കുവാണ്. ആർക്കെങ്കിലും കംപ്ലൈന്റ് ബോക്സ് ആരെങ്കിലും എടുത്തോണ്ട് വരും എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ അല്ലേ ഞാൻ എടുക്കാം. അപ്പൊ അനീഷ് ആരെയെങ്കിലും 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 എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എന്താ ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൊണ്ട് വെക്കാൻ പോകുന്നു. 3-4 തവണ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ബിഗ് ബോസ് ടാസ്ക് അനൗൺസ് ചെയ്യുന്നത്. നീല നിറത്തിലുള്ള വിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മുഴുവൻ സമയവും ധരിക്കണം. ഞാൻ വിങ്സ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഫ്രീസ് ആവണം. നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് വിങ്സ് ഇല്ലാതെ ഇരുന്നാൽ, ഞാൻ തന്നിട്ടുള്ള സാധനം ധരിക്കാതെ ഇരുന്നാൽ പണിപ്പുരയിൽ പോകാനുള്ള സെക്കൻഡുകൾ എത്ര സെക്കൻഡ് ഉണ്ടോ അതിൽ നിന്നും ഓരോ സെക്കൻഡ് വീതം കട്ടാവും. പണിപ്പുരയിൽ പിന്നെ പോകാൻ പറ്റത്തില്ല. ബാത്റൂമിലാണെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓരോ സെക്കൻഡും പോവും. അത് ഓർത്തോണം. പിന്നെ ബാൻഡ് കയ്യിലുള്ള ആൾക്കാർ അവർക്ക് വിങ്സ് ധരിക്കേണ്ട. വിങ്സ് ഇങ്ങനെ പുറകിൽ കൂടിയാണ് ധരിക്കേണ്ടത്. വിങ്സ് ധരിക്കാത്ത ആൾക്കാർ ഇപ്പം ആര്യന് ധരിക്കേണ്ട, ബാൻഡുണ്ട്, നെവിന് ധരിക്കേണ്ട, ആദിലനുറയ്ക്ക് ധരിക്കേണ്ട. ഇവർ വിങ്സ് ധരിച്ചു കഴിഞ്ഞാലും പോയിന്റുകൾ പോകും എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഇനിയാണ് ടാസ്കിലേക്ക് വരുന്നത്. ചലഞ്ചിങ് ടാസ്ക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതുവരെ ബിഗ് ബോസുകളിൽ നമ്മൾ 5ാമത്തെ 6ാമത്തെ ആഴ്ചയിൽ കൊടുക്കുന്ന എല്ലാ ബിഗ് ബോസുകളിലുള്ള ടാസ്ക്കാണ് റാങ്കിങ്. നിങ്ങൾക്ക് 2ാമത്തെ ആഴ്ചയിലെ തന്നെ ക്ലാസിക് ടാസ്ക്കായി ഈ സാധനം തരുവാണ്. എല്ലാ പ്രാവശ്യവും ഇത് മണിക്കൂറോളം നീണ്ടു നിൽക്കും. ഇത്തവണ 1 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. പിന്നെ മത്സര ബുദ്ധി വേണം. സ്വയം വിലയിരുത്തി 1 മുതൽ 19 വരെയുള്ള സ്ഥാനങ്ങൾ വരെ ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത്. സോഫയുടെ ഇടത്ത് ഭാഗത്ത് നിന്നും 1ാമത് 2ാമത് 3ാമത് തുടങ്ങി വലത് ഭാഗത്ത് വരുമ്പോൾ 19ാമത്തെ ആളായിട്ട് നിൽക്കണം. 1ാം സ്ഥാനത്തുള്ള ആൾ മികച്ച ആളും 19ാം സ്ഥാനത്തുള്ള ആൾ മോശം മത്സരാർത്ഥി ആയിരിക്കണം. ആദിലയും നൂറയും ഈ ടാസ്കിൽ 2 വ്യക്തികളായിട്ടാണ് മത്സരിക്കേണ്ടത് എന്ന് പറയുന്നത്. അത് കൊള്ളാം. എന്നിട്ട് ഇത് പണിപ്പുര പ്രവേശനത്തിന് വേണ്ടി, പണിപ്പുര 2 തവണ ഒരാഴ്ചയിൽ പോകാം. അതിൽ 1ാമത്തെ തവണ പോകാനുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട ടാസ്ക്കാണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാണ് പണിപ്പുരയിൽ പോകാൻ പറ്റുന്നെങ്കിൽ അയാൾക്ക് 20 സെക്കൻഡും, 2ാം സ്ഥാനത്താണെങ്കിൽ അയാൾക്ക് 15 സെക്കൻഡ്, പിന്നെ 3 മുതൽ 19 വരെയുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 10 സെക്കൻഡ് മാത്രമേ കിട്ടത്തുള്ളൂ. മീൻസ് ഈ ടാസ്ക് കഴിഞ്ഞാലും 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ആൾക്ക് പണിപ്പുരയിൽ പോകണമെന്നൊന്നും ആർക്ക് വേണമെങ്കിലും പോവാം. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് 20 സെക്കൻഡ് കിട്ടും. മൊത്തം 1000 പോയിന്റ് ഉണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പോകുന്നതെങ്കിൽ 15 സെക്കൻഡ് കിട്ടും. പിന്നെ 3 മുതൽ 19 വരെ ആണെങ്കിൽ 10 സെക്കൻഡുകൾ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ആർക്ക് വേണമെങ്കിലും പോവാം. നെവിന് ഇന്നലെ ലാലേട്ടൻ വിലക്കിയിരുന്ന് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ നെവിൻ ചോദിച്ചപ്പോൾ നെവിനും പോകാൻ തന്നെയാണ് ബിഗ് ബോസ് പറയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളിത് പൂർത്തിയാക്കിയില്ലെങ്കിൽ പണിപ്പുര പ്രവേശനം റദ്ദാക്കും. പിന്നെ ഇപ്പൊ പണിപ്പുരയിൽ പോകാനുള്ളതല്ലേ, അവർ പോട്ടെ ഇവർ പോട്ടെ എന്നൊക്കെ ഉള്ള സാധനങ്ങളൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇത് പ്രേക്ഷകർ കണ്ടുപിടിക്കാൻ ടാസ്കിൽ ഫോക്കസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാതെ പണിപ്പുരയ്ക്ക് വേണ്ടിയിട്ട് ടാസ്ക് നിങ്ങൾ സൂപ്പറായിട്ട് കളിക്കുക. ബസറടിക്കുന്നു, ടാസ്ക് സ്റ്റാർട്ട് ആവുന്നു.
ഒന്നാം സ്ഥാനത്ത് സോഫയുടെ ഇവിടെ വന്നിരിക്കാൻ പറയല, ഇടതുപക്ഷത്ത് വന്നിരിക്കാൻ പറയാണ്. അനീഷ് അങ്ങോട്ട് തന്നെ വന്നങ്ങ് ഇരിക്കാൻ തുടങ്ങുന്നു. ഒന്നാം സ്ഥാനത്തിന് ഞാൻ അർഹനാണ്, 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 എനിക്ക് ഒന്നാം സ്ഥാനം ഒഴിഞ്ഞു തരണം, ഒഴിഞ്ഞു തരണം. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവരുമായിട്ട് മിങ്കിളായത് ഞാനാണ്, ജനുവിനായത് ഞാനാണ്, സൗഹൃദമായത് ഞാനാണ്. അപ്പൊ വീട്ടുകാരൻ നമുക്ക് എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിക്കാം. അപ്പൊ അനീഷ് കേൾക്കുന്നില്ല. ഒന്നാം സ്ഥാനത്തിന് അർഹനായത് ഞാനാണ്, ഞാനാണ്, ഞാനാണ്. വൻ വഴക്ക്. അപ്പൊ അപ്പാനി ഇവന് പിടിച്ച് 19ാമത്തത് കൊടുക്കാം, ഇവൻ അതാണ് നല്ലത്. 19 കൊടുക്കാം, 19 കൊടുക്കാം എല്ലാവരും കൂടെ. അപ്പൊ നെവിൻ പറയണേ, എന്നെ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞിരുന്നു എനിക്ക് അങ്ങ് പണിപ്പുരയിലോട്ട് പോകാൻ പറ്റുന്നത്, അപ്പൊ ഞാൻ സന്തോഷപൂർവ്വം 19 എടുത്തോളാം. നേരെ പോയിരിക്കുന്നു. അപ്പൊ ബിഗ് ബോസ് പറയാണ്, ഓർഡർ മുതൽ 1 തുടങ്ങ്, 19 നല്ല 1 തുടങ്ങ്. ബിഗ് ബോസിന് അറിയാം 1 തുടങ്ങിയാലേ വഴക്കാവുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അക്ബർ, ഞാൻ 2 തവണ പണിപ്പുര. ഇപ്പൊ ഓരോരുത്തർ അവരവരുടെ ഒപ്പീനിയൻ വന്ന് ലിവിംഗ് റൂമിൽ നിന്ന് പറയുവാണ്. അനീഷ് മാത്രം ഇരിക്കുന്നില്ല, ഒന്നാം സ്ഥാനത്തിന് അർഹനാണ്, 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 ഇങ്ങനെ വിളിച്ചതിൽ നടക്കുവാണ്. അപ്പൊ അക്ബർ, ഞാൻ 2 തവണ പണിപ്പുരയിൽ പോയ ആളാണ്, വീക്കിലി ടാസ്കിന്റെ വിന്നറാണ്, കഴിഞ്ഞ തവണ പോയി നിങ്ങൾക്കൊക്കെ വേണ്ടി സാധനങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന ഏത് പൊസിഷൻ ആയാലും എനിക്ക് ഓക്കെയാണ്. ബിന്നി പോകുന്നു, ഞാൻ ക്യാപ്റ്റൻസി ടാസ്ക് വരെ എത്തിയ ആളാണ്, മാത്രമല്ല ഞാൻ ഇതുവരെ പണിപ്പുരയിൽ പോയിട്ടില്ല, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ തന്നു കഴിഞ്ഞാലും എനിക്കും ഹാപ്പിയാണ്. അപ്പാനി പോകുന്നു, എൻ്റെ ടാലന്റ് തെളിയിക്കാൻ പറ്റിയില്ല, ഞാൻ ടാസ്കിൽ തോറ്റുപോയ ആളാണ്, എന്നാലും എനിക്കൊരു 5ാം സ്ഥാനം തന്നു കഴിഞ്ഞാൽ എനിക്കും പണിപ്പുരയിൽ പോകാൻ പറ്റും. ഇവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവർ പണിപ്പുരയിൽ പോകാൻ ഞാൻ അർഹനാണ്, പണിപ്പുരയിൽ പോകാൻ ഞാൻ അർഹനാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ സാധനമുള്ള റാങ്കിങ് ടാസ്ക് ഈസ് ഫോർ റാങ്കിങ്. നമ്മൾ ഏത് റാങ്കിലാണ് നിൽക്കുന്നത്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ റാങ്കിൽ പെടുന്നത്. ഞാൻ പണിപ്പുരയിൽ പോകാൻ അർഹനാണ്, എന്നെ ഈ റാങ്കിൽ നിർത്തി എനിക്ക് പോകാൻ പറ്റും, ആ സാധനമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര്യൻ പോകുന്നു, എൻ്റെ എഫർട്ട് 100% എല്ലാ ടാസ്കുകളിലും വന്ന സമയം മുതൽ ഇടുന്ന ആളാണ് ഞാൻ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ, വീക്കിലിയിൽ സെക്കൻഡ് എത്തിയതാണ് ഞാൻ, ഒരൊറ്റ പോയിന്റാണ് അക്ബറുമായിട്ട് പോയത്. അപ്പോൾ എനിക്ക് ഫസ്റ്റോ സെക്കൻഡോ വരണമെന്ന് ആഗ്രഹമുണ്ട്. ജിസേൽ പറയുന്നു, ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ടാസ്ക് എൻ്റെ ശരീരം മുറിഞ്ഞിട്ട് പോലും വൃത്തിയായിട്ട് ചെയ്യുന്ന ആളാണ്, ഒന്നും ഞാൻ എടുക്കില്ല, എനിക്ക് വേണ്ടി സത്യമായിട്ട് ഞാൻ ഒന്നും എടുക്കില്ല, നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ പണിപ്പുരയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുവരുന്നത്, അതുകൊണ്ട് എന്നെ നിർത്തണം ഫസ്റ്റിൽ. സരിക പോകുന്നു, എനിക്ക് ഡ്രസ്സും മേക്കപ്പും ഒന്നും തന്നെ താല്പര്യമില്ലാത്ത ആളാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം കൊണ്ടുതരും. രേണു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത ആളാണ് ഇന്നലെ, ലാലേട്ട അറിഞ്ഞുകൊണ്ടോ അറിയാതെ, അതുകൊണ്ട് ഞാൻ 18ാമത്തെ സ്ഥലത്തിരുന്നോളാം. രേണു അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വളരെ നല്ല കാര്യം. ബിൻസി, എനിക്ക് 10ാം സ്ഥാനം തരണം, ഞാൻ നോമിനേഷനിൽ വന്നിട്ടില്ല, എനിക്ക് 10ാം സ്ഥാനം തന്നു കഴിഞ്ഞാൽ എനിക്ക് അതായിരിക്കും നല്ലത്. ഷാരിക, എല്ലാവർക്കും ഭക്ഷണം കിട്ടണം എന്നുള്ളതാണ് എൻ്റെ മോട്ടീവ്, ഭക്ഷണം ഞാൻ കൊണ്ടു തന്നിരിക്കും, 7ാമത്തെയോ 8ാമത്തെയോ സ്ഥാനം തന്നാൽ മതി. ശൈത്യ പോകുന്നു, ഞാൻ ആക്റ്റീവ് അല്ല, എനിക്ക് ആക്റ്റീവ് ആകാൻ തെളിയിക്കാൻ കിട്ടിയൊരു അവസരമാണ്, എനിക്ക് 7 തരണം, പിന്നെ എനിക്ക് പണിപ്പുരയിൽ പോകണം. അടുത്ത് ഒണിയിൽ വരുന്നു, എനിക്ക് 13 അതൊക്കെ തന്നാൽ മതി, ഞാൻ ആ ഒരു ലെവലിലാണ് വരുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഇതൊക്കെ എന്തോ നീ പറയുന്നത് വര്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 4 എന്ന് പറഞ്ഞാൽ എനിക്ക് ഒണിയിലിൻ്റെ സംഭവം എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. അടുത്ത് ആദില, എനിക്ക് 5ലോ 6ലോ നിൽക്കണം എന്നാണ് ആഗ്രഹം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് എടുത്തുകൊണ്ട് തരാം. നൂറ, എനിക്ക് ഒരു ചാൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ, 2 തവണ ഞാൻ പോയതാണ്, എന്നാലും 1 തവണ പോയതാണ്, എന്നാലും പറ്റിയില്ല, ഒരു ചാൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ വരാൻ പറ്റും, എനിക്ക് 4ൽ നിൽക്കണം എന്നാണ് ആഗ്രഹം. അനു വരുന്നു, ഞാൻ എൻ്റെ ബാഡ്ജ് കിട്ടിയിട്ട് അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തതാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സാധനം അത് ഇതെന്നല്ല, എല്ലാ സാധനവും മൊത്തം സാധനം പുറത്ത് കൊണ്ടുവരിക, പോയിന്റ് ഒന്നും നോക്കാതെ മൊത്തം പുറത്ത് കൊണ്ടുവരിക എന്നുള്ള മോട്ടീവാണ് എനിക്ക്. റന, അവസരം എനിക്ക് ഇതുവരെ കിട്ടിയില്ല, അവസരം കിട്ടാത്തവർക്ക് വേണ്ടി കൊടുക്കണം, എനിക്ക് വ്യക്തമായ പ്ലാനിങ് കൊണ്ട് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അനീഷ്, ഞാൻ 1ാം സ്ഥാനത്തിന് അർഹനാണ്, എഴുന്നേക്കൂല, സോഫയുടെ പേരിൽ അടിയാണ്, സോഫയുടെ ഇടതുവശത്ത് ഇരിക്കണമെന്നല്ല പറഞ്ഞപ്പോൾ ഞാൻ 1ാം സ്ഥാനത്ത് അർഹനാണ്, ഞാൻ 1ാം സ്ഥാനത്ത് അർഹനാണ്, ഞാൻ 1ാം സ്ഥാനത്ത് അർഹനാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുവാണ്. ഏറ്റവും കൂടുതൽ സൗഹൃദപരമായും സത്യസന്ധമായും ജെന്യുവിനായും ഒക്കെ ഈ വീട്ടിൽ നിന്നത് ഞാനാണ്, മിങ്കിളായി. അപ്പം സൗഹൃദോ എവിടെയാണ് നിനക്ക് സൗഹൃദം, എല്ലാവരും ചോദിക്കണം. അപ്പം ഷാനവാസ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 10 സെക്കൻഡ് മതി ഡ്രസ്സ് എടുക്കാൻ, 10 സെക്കൻഡ് മതി ഡ്രസ്സ് എടുക്കാൻ. നമ്മുടെ ഡ്രസ്സ് കയ്യിലുള്ളവർക്ക്, ഇപ്പം നിലവിലെ ഡ്രസ്സ് കയ്യിലുള്ളവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് മീൻസ് ബാൻഡ് കയ്യിലുള്ളവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സിൻ്റെ അക്സസറീസിൻ്റെ ആവശ്യമില്ല, അവർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരും, അതായിരിക്കും ഇവിടെ നല്ലതെന്നൊരു ഭയങ്കര മികച്ച ഒരു സാധനം കയ്യിൽ വയ്ക്കാം. നമുക്ക് 10 സെക്കൻഡ് മതി. അപ്പം അടുത്ത അനീഷ്, കസേര അവിടെ നിന്ന് പൊക്കി എടുത്തോണ്ടൊന്ന് ലിവിംഗ് റൂമിൽ വെച്ചിട്ട്, ഇല്ല എനിക്ക് തന്നെ ഫസ്റ്റ്, ബിഗ് ബോസേ ഞാനാണ് മികച്ചത്. ബിഗ് ബോസിന്റെ അടുത്തും പറയണം, ഞാൻ നിങ്ങളെ പൊട്ടിക്കട്ടിക്കൂല്ല, ആ ലെവലിലാണ് അനീഷിന്റെ സംസാരം. അപ്പൊ ഞാനാണ് മികച്ചത്. അനീഷും എന്നിട്ട് അനീഷ് എന്ത് ചെയ്തു, ഒരു പീസ് കസേരയാണ്, അതിനെ എടുത്തുകൊണ്ട് തിരിച്ച് സോഫയിലറ്റത്ത് വെക്കാൻ പോകുമ്പോൾ റെന അവിടെ കയറി നിൽക്കുന്നു. അനീഷ് എടുത്തുകൊണ്ട് പോകുന്ന കസേരയുടെ താഴെ എന്തോ കുപ്പിച്ചിലെന്തോ പൊട്ടിക്കിടന്ന് അത് നടന്നു വരുന്ന ആദിലയുടെ കാലിൽ കൊത്തു കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ റെന അതിൻ്റെ നടുക്ക് കാലുകൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അനീഷ് പിടിച്ച് തള്ളി റെനയുടെ കാലും വേദനിച്ച് 2 പേരുടെ മൊട്ടം വഴക്ക്. അപ്പൊ അനീഷ്, നിന്റെ കരച്ചിൽ നാടകം, നീ കരച്ചിൽ നാടകം കാണിക്കുന്ന ആളാണ്, നിർത്ത്, നിന്റെ കരച്ചിൽ നാടകമാണ്, നിർത്ത് കരച്ചിൽ നാടകം. ആദിലയുടെ കാല് മുറിയുന്നു, മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നു, ബിഗ് ബോസ് പറയുന്ന ടാസ്ക് കഴിഞ്ഞിട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നു. ബിന്നി ശുശ്രൂഷിക്കുകയാണ്.
അപ്പൊ ഷാനവാസ് ഭൂരിപക്ഷം പറയുന്നത് ആര്യനെ ഒന്നാം സ്ഥാനത്താക്കണം എന്നാണ് ബിഗ് ബോസ് ഏകകണ്ഠമായി തീരുമാനിക്കുക. ഭൂരിപക്ഷമല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വേണം തീരുമാനിക്കാൻ. അപ്പൊ ഷാനവാസ് അവന്റെ ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂടെ അപ്പൊ ഷാനവാസ് ബുദ്ധിയോടെ പറയാണ്, ഈ അനീഷിന്റെ കൂടെ തർക്കിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും, നമുക്ക് ഒന്നും കിട്ടൂല. അവൻ ഒന്നാം സ്ഥാനം എടുത്തോട്ടെ, അവൻ ഒന്നാം സ്ഥാനം, നമുക്ക് 5 സെക്കൻഡ് കുറഞ്ഞാലും വേണ്ടൂല, സെക്കൻഡ് സ്ഥാനത്ത് നമുക്ക് നമ്മുടെ ആര്യനെയോ ബാക്കിയൊക്കെ ആക്കാം, നമുക്ക് പോയി എടുക്കാം. അനീഷ് അവിടെ ഒന്നാം സ്ഥാനത്ത് ഇരിക്കട്ടെ. ഇവന്റെ കൂടെ തർക്കിച്ചു കഴിഞ്ഞാൽ അവൻ ബുദ്ധി പ്രയോഗിച്ച് അവൻ കളിക്കും. ഈ 1 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ. ഈ 1 മണിക്കൂർ അവൻ നമ്മുടെ അടുത്ത് തർക്കിച്ച് അവൻ ആ സ്ഥാനം വാങ്ങിക്കുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് കിട്ടത്തുമില്ല. നമ്മളെ ടാസ്കിൽ നമ്മൾ തോറ്റുപോകും, മൊത്തത്തിൽ നമ്മൾ തോക്കും. ഈ ടാസ്കും റദ്ദാവും, നമുക്ക് പണിപ്പുരയിൽ പോകാൻ പറ്റൂല, ഫുഡ് ഡ്രസ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവൻ അവിടെ ഇരുന്നോട്ടെ. അപ്പൊ അക്ബർ ഒന്നാമത്തെ സ്ഥാനം എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പൊ അപ്പാനി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇതുപോലെ ഒരുത്തനെ ഒന്നാം സ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. അപ്പൊ ഷാനവാസ് എടാ ബുദ്ധിപരമായി ചിന്തിക്കുക, ആര്യ എടാ ബുദ്ധിപരമായി നിങ്ങൾ എല്ലാവരും ചിന്തിക്ക്. അപ്പോൾ ഷൈഫി അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ 7ാം സ്ഥാനം നോക്ക്, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ എൻ്റെ 7ാം സ്ഥാനം പോയി. അപ്പൊ അക്ബർ ഇവന് ഫസ്റ്റ് കിട്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഡ്രസ്സ് വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ സരിക അങ്ങനെയാണെങ്കിൽ എനിക്കും വേണ്ട. അപ്പം ഭൂരിപക്ഷം ഏതാണ്ട് എല്ലാവരും ഇവന് ഫസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് വേണ്ട, ടാസ്ക് റദ്ദാക്കുന്നെങ്കിൽ റദ്ദാക്കിക്കോട്ടെ, ഇവന് റാങ്കിങ്ങിൽ പെർഫോമൻസിന്റെ ബേസിൽ ഫസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട. അപ്പൊ ഷാനവാസ് പറയാണ്, ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കാര്യം പറയുവാണ്. കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് പണിപ്പുരയിൽ നിന്ന് ഫുഡൊന്നും എടുക്കാൻ കിട്ടിയില്ല, ലാസ്റ്റ് ഡേ ആണ് നമ്മൾ എടുത്തത്. അതുവരെയും നമ്മൾ ഉള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു, അത് വെച്ച് നമ്മൾ കഴിക്കാൻ പഠിച്ചു, നമ്മൾ കൂടുതൽ പേര് മെലിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ എല്ലാവരും കൈകൊട്ടുന്നു. അതുപോലെ തന്നെ ഡ്രസ്സ്, നമുക്ക് അലക്കിയിടാൻ ഒരു ഡ്രസ്സുണ്ട്, നമ്മൾ എടുത്തുകൊണ്ട് വന്ന കൊളാബുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സാഹചര്യം എന്താണെന്ന് പുറത്തുള്ളവർ കാണുന്നുണ്ട്, അതുകൊണ്ട് ആരും അത് പേടിക്കണ്ട. അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇത് മാറ്റി കഴുകി ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു. നമുക്ക് ഇവനെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇവനെ അങ്ങനെ ഒരു തെറ്റായ സാധനം പെർഫോമൻസിൽ ഒന്നാണെന്ന് പറഞ്ഞ് ഇവൻ ആ സ്ഥാനം കൊടുത്ത് നമുക്ക് വിടണ്ട. ബിഗ് ബോസ് ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് അനൗൺസ് ചെയ്യുന്നു. അപ്പൊ അനീഷ് തീരുമാനം മാറ്റൂ ക്യാപ്റ്റാ, തീരുമാനം മാറ്റൂ, എന്നെ ഫസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞതല്ലേ, എനിക്ക് ബാഡ്ജ് തന്നതല്ലേ, ഇതിനിടയ്ക്ക് ബാഡ്ജൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് വലിച്ചങ്ങോട്ട് കീറുന്നുണ്ട്, പൊട്ടുന്നുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ തീരുമാനം ആടി ഉലയുന്ന കപ്പലാണ് ക്യാപ്റ്റൻ, നടുകടലിൽ മുക്കി താഴ്ത്തരുത് ക്യാപ്റ്റ വീട്ടംഗങ്ങളെ, മുങ്ങി താഴ്ന്നു പോകും ക്യാപ്റ്റ കപ്പൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാസ്ക് 4 മിനിറ്റേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നു. ചിന്തിക്ക് ചിന്തിക്ക് ക്യാപ്റ്റ ചിന്തിക്ക്, ഇനി സമയമില്ല, ടാസ്ക് എൻഡ് ആവുന്നു. ബിഗ് ബോസ് പറയാണ്, നിങ്ങളടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു സോഫയുടെ ഒരറ്റത്ത് നിന്ന് അങ്ങേയറ്റം വരെ മര്യാദയ്ക്ക് ഓർഡർ അനുസരിച്ച് മാലയിട്ടിരിക്കാൻ. ആരും കേട്ടില്ല. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് ടാസ്കിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ പണിപ്പുര ടാസ്ക് റദ്ദായി, നിങ്ങൾക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോവാം. എല്ലാവരും പിരിഞ്ഞു പോകുന്നു. അപ്പോഴാണ് അനു, നമ്മൾ എന്തിനാണ് ഇപ്പൊ ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്, അയാൾ എന്ത് വേണോ പറഞ്ഞോട്ടെ, അയാൾ ഈ കുടുംബത്തിലെ ആളല്ലേ, അയാൾ എന്ത് വേണോ പറയട്ടെ, അയാൾക്ക് ആ സ്ഥാനം കൊടുത്താൽ നമുക്ക് ഉള്ള ഫുഡ് ഇതെല്ലാം കിട്ടൂലായിരുന്നോ? ഇതിനിടയ്ക്ക് നെവിനും വന്ന് പറയുന്നുണ്ട്, അയാൾ എവിടെ വേണോ എടുത്തോട്ടെ, ഈ മരപ്പൊട്ടൻ എവിടെയോ ഇരിക്കട്ടെ, നമുക്കിത് കിട്ടില്ലേ, നമുക്ക് ഫുഡ് കിട്ടില്ലേ, അത് പോരെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചു പിടിച്ചിവിടെ കിടക്കാം, ഇപ്പോൾ ഉള്ള ദേഷ്യം കുറച്ച് കഴിയുമ്പോൾ മാറും, വേറെ ഒന്നും മാറത്തില്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വീട് 2ആയിട്ട് മാറും. മീൻസ് നമുക്ക് ഫുഡ് കിട്ടിയില്ല, ഈ ഷാനവാസ് പറഞ്ഞതാണ് നമുക്ക് ഫുഡ് കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, വേണ്ട ഇവൻ ജയിച്ചിട്ട് നമുക്ക് ഫുഡ് കിട്ടണ്ട എന്നുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് 2ആയിട്ട് മാറും. പക്ഷെ അനീഷ് ഒരു കുറുക്കൻ തന്നെയാണ്, കാരണം അത്രയും ബുദ്ധിയോടെ അയാൾ കളിച്ചു. കാരണം ഇയാൾക്കറിയാം എനിക്ക് 1ാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ടാസ്ക് നടത്തണ്ട, വൻ അടിപിടി ആയിരിക്കുകയാണ്. ഇതാണ് ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ട സംഭവം. ഈ പക്ഷേ ബിഗ് ബോസ് നിർത്തി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ സാധനം ഇനി ആയിരിക്കും ലൈവിൽ വരുന്നത്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയുള്ള ലൈവ് അപ്ഡേറ്റ്സിനാണ് നമ്മുടെ ചാനൽ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് കൊടുക്കണം, എന്നാലേ റെക്കമെൻഡേഷനിൽ പോകത്തുള്ളൂ. വീഡിയോ ഹൈപ്പ് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ.